ഹായ്, ഇന്ന് നമ്മൾ ആ സാരി വെച്ച് പാൻറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാരി 4ആയിട്ട് മടക്കിയിട്ടേക്കണം, ഫോൾഡ്. അപ്പം അതിന് ഈ കരയുടെ ഭാഗം കുറച്ച് വേണ്ട, അതുകൊണ്ട് അവിടെ അത്രയും വരച്ച് കട്ട് ചെയ്ത് കളയണം. സാരിയാണെന്ന് അറിയാത്ത രീതിയിലാണ് പാൻറ്റും ടോപ്പും തയ്ക്കുന്നത്. അപ്പോൾ ആ ഭാഗം കളയുന്നു. കുറച്ച് ഭാഗം ഇലാസ്റ്റിക് വെക്കുന്നിടത്ത് വരും, എന്നാലേ ഇറക്കം കിട്ടും. ഇനി പാൻറ്റിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ 38 ആണ്. ഇനി നമുക്ക് 2 ഇഞ്ച് ഇലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്താം. അങ്ങനെ വര വരച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം 38 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് 38 ഇഞ്ച് ഈ ഭാഗത്തും അടയാളപ്പെടുത്തണം. എന്നിട്ട് ഒരു വര വരയ്ക്കാം. ഇനി താഴ്ഭാഗം ബോട്ടം ഭാഗം മടക്കി അടിക്കുന്നതിന് വേണ്ടി നമ്മൾ 2 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തണം. അപ്പോൾ 38 ഫുള്ള് 42 ഇഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട്, ഇറക്കം മാത്രം. മുകളിൽ 2 ഇഞ്ച് ഇലാസ്റ്റിക് വയ്ക്കാനും താഴെ 2 ഇഞ്ച് മടക്കി അടിക്കാനും, പിന്നെ 38 ഇഞ്ച് ഇതിൻ്റെ ലെങ്തും. ഇനി ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് 14 ആണ്, 40 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 10 കൂടെ 10 ഇഞ്ച് കൂട്ടും. അപ്പം 10 ഇഞ്ച് കൂട്ടുമ്പോൾ 50 ഇഞ്ച് കിട്ടും. 50യുടെ കൂടെ പിന്നെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ 12.5 ഇഞ്ച് കിട്ടും. അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. അത് ഇലാസ്റ്റിക്കിന് 2 വശത്തും ഈ 12.5 ഇഞ്ച് അടയാളപ്പെടുത്തും. ഇനി നമുക്ക് താഴോട്ട് അടയാളപ്പെടുത്തണം. അത് ഒരു 14 ഇഞ്ചാണ്, 14 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി തയ്യൽ തുമ്പിന് വേണ്ടി അധികം അടയാളപ്പെടുത്തണം. അപ്പം താഴെയും ആ 12.5 ഇഞ്ച് കറക്റ്റ് അടയാളപ്പെടുത്തണം. 15.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് അവിടെ നിന്ന് 3 ഇഞ്ച് നമ്മളിങ്ങോട്ട് അടയാളപ്പെടുത്തണം. എന്നിട്ട് അതിൽ സ്ക്വയർ രൂപത്തിൽ വരച്ചിട്ട് എല്ല് പോലെ വരയ്ക്കണം. സ്ക്വയർ അല്ല, എല്ല് പോലെ വരയ്ക്കണം. എന്നിട്ടൊരു ഷേപ്പ് കൊടുക്കണം. ആ കൈക്കുഴിക്ക് ഷേപ്പ് വരയ്ക്കുന്ന പോലെ നമ്മളിവിടെ ഒരു ഷേപ്പ് കൊടുക്കണം. ഇനി നമുക്ക് ബോട്ടം ഭാഗം, ഇതിൻ്റെ ബോട്ടം ഭാഗത്തിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 5 ആണ്. 5ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ചേർത്ത് 7 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അവിടെ നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം. എന്നിട്ട് ഇവിടെ തമ്മിൽ യോജിപ്പിക്കുന്നു. ഷേപ്പ് അനുസരിച്ച് ലൂസ് വേണ്ടവർക്ക് ലൂസ് ഇട്ടും വണ്ണം അടയാളപ്പെടുത്താം. അപ്പം നമ്മളിനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. സ്റ്റിച്ചിങ്ങുമായിട്ട് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് കാണിക്കുന്നു. ഓരോ ഭാഗമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഇത് തയ്ച്ചിട്ട് എളുപ്പമായിരിക്കും. സാരിയാണെന്ന് പോലും നമുക്കിത് കണ്ടാൽ തോന്നത്തില്ല. അടിപൊളിയായിട്ടാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത്. ഇതിന് ഇപ്പം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. താങ്ക് യു.